അങ്ങനെ 4 ദിക്കും അറിയാതെ ക്യാമറകളെയും സോഷ്യൽ മീഡിയയൊക്കെ പറ്റിച്ച് നീ സേഫായിട്ട് സെല്ലിൽ കയറിയല്ലേ? നീ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിനക്കെന്താ വേണ്ടത്? എനിക്ക് അറിയാനുള്ളതേ, നീ പട്ടാപ്പകൽ ജയിൽ ചാടിയത് നിന്റെ ബുദ്ധിയോ അതോ സൂത്രശാലിയായ നിന്റെ അച്ഛന്റെ ബുദ്ധിയോ? കേസ് അന്വേഷണത്തിന് നിന്റെ പഴയ കൂട്ടുകാരി ഇവിടെ വന്നപ്പോ കാര്യങ്ങളൊക്കെ നിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാന്ന് നീ വല്ല ദിവാസ്വപ്നവും കണ്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് ജഗ. നീ കൊന്നത് അഷ്ടിക്ക് വകയില്ലാത്ത ഒരു സാധാരണക്കാരനെ അല്ല, കോടീശ്വരനായ രാജീവ് മേനോനെയാ. എന്റെ ചേട്ടനെ കൊല്ലാൻ നീ കെണി വെച്ചപ്പോ കൂട്ടത്തിൽ എന്റെ അമ്മയും കൂടിയാ തീർന്നത്. ആര് നിന്നെ വെറുതെ വിട്ടാലും രാഖി നിന്നെ വെറുതെ വിടില്ല. കോടതി നിന്നെ തൂക്കിലേറ്റിയില്ലെങ്കിൽ നിനക്ക് രാഖി വധശിക്ഷ വിധിക്കും. നീ ബന്ധനയെ ബോധം കെടുത്തി താലി കെട്ടിയ കഥയൊക്കെ നാട്ടിൽ പാട്ടാ. നിനക്ക് അവളെ സ്വന്തമാക്കണമായിരുന്നെങ്കിൽ ഏത് വിധേനയും സ്വന്തമാക്കായിരുന്നല്ലോ. അതിന് എന്റെ ഏട്ടനെ അമ്മയും കൊന്നു കളയണമായിരുന്നോ? ഞാൻ തന്നെയാ നിന്റെ ഏട്ടനെ അമ്മയും കൊന്നത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊല്ലാൻ പോകുന്നത് നിന്നെയായിരിക്കും. മതി, ഈ ഒറ്റ തെളിവ് മാത്രം മതി നീ ജീവിതകാലം മുഴുവനും ഈ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കാൻ. സർ, കേട്ടല്ലോ ഇവൻ പറഞ്ഞത്, ജയിലിൽ നിന്ന് ഇറങ്ങിയ എന്നെ കൊല്ലുമെന്ന്. കൊലവറി പൂണ്ട് നടക്കുന്ന മനുഷ്യ മൃഗമാണിവൻ. ജഗ, നീ ചെവിയിൽ നുള്ളിക്കോ. നിന്റെ അന്ത്യം ഈ തടവറയില. ഇവിടെ കിടന്ന് നരകിച്ച് നരകിച്ച് നീ ചാവും. രാഖിയാ പറയുന്നേ, രാഖി.